പൂരിക്കായിട്ടുള്ള മസാലയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 4 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചൊന്ന് പൊടിച്ചെടുക്കണം. സ്മാഷ് ചെയ്ത് കളയാൻ പാടില്ല, കുറച്ച് കഷ്ണങ്ങളും ഉണ്ടാവണം, നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ എടുത്തേക്കുന്നത് 2 സവോളയാണ്, ചെറുതായിട്ട് അരിഞ്ഞ 2 സവോള മീഡിയം സൈസ്, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചനാദാൽ, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതുകൂടാതെ നമുക്ക് ഉപ്പും ഓയിലും വേണം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. ഇത്രയും മതിയാവും, നന്നായിട്ട് ഉടയ്ക്കേണ്ട, പീസസും ഉണ്ടാവണം, അതുപോലെ കുറച്ചൊന്ന് സ്മാഷ് ആവുകയും വേണം. ബാജി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഞാനിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ്, അതുപോലെ ചനാദാൽ, ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സവോള അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആക്കണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴേക്കും നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. സവോള ഏകദേശം ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അഡ്ജസ്റ്റ് ചെയ്യാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ കളറ് കുറവാണെങ്കിൽ പിന്നീട് മഞ്ഞൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം 1/4 ടീസ്പൂൺ ചേർത്ത് നോക്കുക. എന്നിട്ട് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഒത്തിരി മഞ്ഞൾ കൂടിപ്പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മഞ്ഞൾ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, 1 കപ്പ് ചൂടുവെള്ളം. വഴറ്റിയതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഉപ്പ് നോക്കുക. ഇതൊരിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സവാള 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞു. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പൊട്ടറ്റോ ഇതിൽ ഒന്നുകൂടെ ഒന്ന് വെന്ത് വന്നാലാണ് ടേസ്റ്റ് വരിക. ഞാൻ ഉപ്പിടാതെയാണ് പൊട്ടറ്റോ വേവിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പിട്ട് വേണമെങ്കിലും വേവിക്കാം. അതനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നീട് പൊട്ടറ്റോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതും കറി പൊട്ടറ്റോ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതും ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. പുഴുങ്ങിയ പൊട്ടറ്റോ ആണെങ്കിലും ഈ കറിയുടെ അകത്തേക്കിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോ മസാല റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഇത് ഇരുന്ന് കുറച്ചുകൂടെ കുറുകും. ഞാനിപ്പോൾ ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കടലമാവ് കുറച്ച് വെള്ളത്തിൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ കടലമാവ് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
കടലമാവ് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്യണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ബാജി റെഡി ആയി കഴിഞ്ഞു. നല്ല കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് എടുക്കാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു പാകം. ഈ ഒരു പാകത്തിന് എടുക്കുക. ഞാനിതിലേക്ക് ഫൈനലി മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ ബാജി റെഡിയായി. പൂരിയോടൊപ്പം കഴിക്കാനുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബാജി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോസ് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.